മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായി നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു വാക്യം 4. അവിടെ നമ്മൾ ഇപ്രകാരം വായിച്ചു: ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നും കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും ഈ വരുന്ന ദിവസങ്ങളിലുള്ള ദൈവത്തിൻ്റെ വചനം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കാരണം പ്രാർത്ഥനയുടെ വളരെ ഉദാത്തമായ ഒരു മോഡൽ, ഒരു എക്സാമ്പിൾ നമുക്ക് നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ കാണുവാൻ സാധിക്കും. ഒരു പ്രാർത്ഥന എപ്രകാരമായിരിക്കണം, നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? ഞാൻ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ ഇടയായിത്തീർന്നു. പലരും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട് അവരിൽ തന്നെ അവർ അപകർഷതാബോധമുള്ളവരായി തീരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പലരും എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട്, ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കുറവാണോ, എൻ്റെ പ്രശ്നമാണോ, ഞാൻ ഭാവിയല്ലേ, അതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അവരോടെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഈ നെഹെമ്യാവിൻ്റെ പ്രാർത്ഥന. നെഹെമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും. നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ചില സവിശേഷതകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 1-ാമത്തെ സവിശേഷത ചിന്തിക്കാൻ പോകുകയാണ്. അതാണ് വാക്യം 5 പറയുന്നത്: സ്വർഗത്തിലെ ദൈവമായ യഹോവേ. ആരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നുള്ള വ്യക്തമായ ധാരണ നെഹെമ്യാവിന് ഉണ്ടായിരുന്നു. ഇന്നത്തെ വലിയൊരു പ്രശ്നം ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പല ആളുകളും പലരെയും ചൂണ്ടിക്കാണിക്കുക, അതെൻ്റെ ഇവരോട് പ്രാർത്ഥിക്കുക. പക്ഷേ വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമ്മൾ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. വാക്യങ്ങളെല്ലാം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ, വേറെ ആരുടെ മുഖം അന്വേഷിക്കാനല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനാണ് പറഞ്ഞത്. മറ്റാരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ല. നാം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ ദൈവത്തോടാണ്. നോക്കിക്കേ, ഇവിടെ ഈ പ്രാർത്ഥനയിൽ നെഹെമ്യാവ് പറയുന്നതായ കാര്യം സ്വർഗത്തിലെ ദൈവമായ യഹോവേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോടാണ്. പുതിയ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളെ കൂടുതൽ ലളിതമാക്കുവാൻ കർത്താവ് യേശുക്രിസ്തു ശ്രമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിച്ചു. അതിലൊരുപാട് ആശയങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ അത് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. തൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കുന്നതായ പ്രാർത്ഥന. ദൈവത്തെ വിളിക്കുക മാത്രമല്ല, താൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് സംസാരിക്കാൻ പോകുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് താൻ ആദ്യമായി അഡ്രസ്സ് ചെയ്യുന്നത്. അതെന്താണ്? നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ പല നിയമങ്ങൾക്കും നമ്മൾ വിധേയരായിട്ടാണ് ജീവിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ നമ്മൾ പാലിക്കണം. ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതുപോലെ അനുസരിക്കണം. വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് നാം ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം എന്ന്. പക്ഷേ ഒരു കാര്യം ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിക്കുന്ന, സ്വർഗത്തിലെ ദൈവം തങ്ങളുടെ ദൈവമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ പല നിയമങ്ങളിൽ അവൻ വിധേയനാണെങ്കിലും അവന് സ്വർഗീയ നിയമങ്ങളിലും വിധേയനായിട്ടാണ് നിൽക്കുന്നത്. ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ലോകത്തിൻ്റെ അധികാരികൾക്ക് പോലും അത് പാലിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഞാൻ എപ്പോഴും അതുമായി ബന്ധപ്പെട്ട എൻ്റെ ചിന്ത വരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ആ ജനനത്തോട് അടുത്തപ്പോൾ മറിയയ്ക്ക് ഏതാണ്ട് 9 മാസമായ സമയത്തും അവർ നസ്രയത്തിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്നാണ് പറയുന്നത്.
യോസഫയോട് മറിയോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ നസ്രയത്തിൽ തന്നെയാണ്, നസ്രയത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ജോസഫെ, മറി, കുഞ്ഞ് ജനിക്കേണ്ടത് ബേത്ലഹേമിലാണ്. ഇതാണ് ദൈവത്തിൻ്റെ നീതി, ഇതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. ലിറ്ററലി അത് ശരിയാണ്. പക്ഷേ സ്പിരിച്വലി കുറച്ചുകൂടെ പറഞ്ഞാൽ ജീവൻ്റെ അപ്പമായവൻ ജനിക്കേണ്ടത് ബേത്ലഹേമിലാണ്. നോക്കിക്കേ, ദൈവം തൻ്റെ വചനം നിറവേറുവാൻ വളരെ കൃത്യതയുള്ളവനാണ്, കർശനതയുള്ളവനാണ്. അന്ന് വെറുതെ ഇരുന്ന ഒരു ചക്രവർത്തി, റോമൻ ചക്രവർത്തി അഗസ്റ്റസ് കൈസറിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ലോകം മുഴുവനും സെൻസസ് എടുക്കുവാൻ അവനവൻ്റെ ജന്മസ്ഥലങ്ങളിലേക്ക് എത്തണം. അപ്പോൾ യോസഫിനും മറിയയ്ക്കും ജന്മസ്ഥലങ്ങളിലേക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ബേത്ലഹേമിലേക്ക് വരണമായിരുന്നു. നോക്കിക്കേ, നമ്മൾ എത്രത്തോളം മത്സരം പിടിച്ചാലും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഒട്ടും താമസിക്കുകയില്ല. നമ്മൾ എത്രത്തോളം ബലം പിടിച്ചാലും ദൈവം തൻ്റെ വചനം പാലിക്കുന്നവനായ ദൈവമാണ്. അങ്ങനെ അഗസ്റ്റസ് കൈസറിൻ്റെ ആ ഒരു കൽപ്പനയാൽ ജോസഫും മറിയയ്ക്കും ബേത്ലഹേമിലേക്ക് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദയയും നീതിയും ന്യായവും കൽപ്പിക്കുന്നവനായ മഹാനും ഭയങ്കരനുമായ ദൈവമേ. ദൈവത്തെ വലിയവനായി കാണുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദൈവത്തെ നമ്മൾ വലിയവനായി കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചുരുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. പലപ്പോഴും പല ആളുകളും പ്രശ്നങ്ങളെ വലുതാക്കിയാണ് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും നിങ്ങളുടെ ദൈവം വലിയവനാണെന്നുള്ള ആ ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളുടെ മേൽ വിജയം പ്രാപിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ആദ്യ സന്ദർഭങ്ങളിൽ നാം ദൈവത്തിൻ്റെ ആ മഹത്വത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധിയെ, ദൈവത്തെ എല്ലാ പ്രശ്നങ്ങളെക്കാളും വലിയവനായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ വലിയവനായി നിങ്ങൾ കാണണം. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിവാചകങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആദ്യം നിങ്ങൾ ഉച്ചരിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ചെയ്തൊരു കാര്യം, ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതായ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്പർശിച്ചതായ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന വിഷയം ഇപ്പോൾ ചെറുതായി വന്നിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന ആ വലിയൊരു വേദന, വലിയൊരു ബുദ്ധിമുട്ട്, ഇത് ചെറുതായി മാറി. എൻ്റെ ദൈവത്താൽ എനിക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആയിരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം അനുവദിച്ചാൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. എല്ലാവരും അതിനായി കാത്തിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പലപ്പോഴും വേണ്ടുവണ്ണം പ്രാർത്ഥിപ്പാൻ കഴിയാത്തതായ അവസ്ഥകളുണ്ട്. പക്ഷേ നെഹമ്യാവിനെ പോലുള്ള അനേക വിശ്വാസവീരന്മാർ, ദൈവഭക്തന്മാർ, അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു മാതൃകയാണ്. അപ്രകാരം പ്രാർത്ഥിപ്പാൻ, ദൈവസമയിൽ ബലപ്പെടുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.